പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് നോക്കാം. 2 മാസത്തെ തുക വിതരണം ചെയ്തിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിലുള്ളതും അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ തുക കൂട്ടി 2 മാസത്തെ തുക വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഫെബ്രുവരി മാസത്തെ തുകയാണ്. ഫെബ്രുവരി മാസത്തെ തുക എപ്പോൾ വിതരണം ചെയ്യും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പല ആളുകളും ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത് സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു മാസം വിതരണം ചെയ്യുക. അതായത് ഫെബ്രുവരി മാസം 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ധനവകുപ്പ് പുറപ്പെടുവിച്ച് അതിനുശേഷം ഫണ്ട് കണ്ടെത്തി DBT സെല്ലിന് തുക കൈമാറി അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകൾ വരികയാണ്. മറ്റ് ഏതെങ്കിലും പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ, ക്ഷേമനിധി പെൻഷനോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഇതും കൂടുതലായിട്ട് വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ പിടി വീഴുകയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അനധികൃതമായിട്ട് തുക കൈപ്പറ്റിയവർക്കെതിരെ 18% പലിശയടക്കം ചുമത്തിക്കൊണ്ട് തുക തിരിച്ചു പടയ്ക്കുന്ന ഒരു നടപടി ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ പെൻഷൻ തുകയ്ക്ക് അർഹതയില്ലാത്തവരാണെങ്കിൽ, പെൻഷൻ തുക വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുക തിരിച്ചടയ്ക്കാനുള്ള നടപടി ഇപ്പോൾ തന്നെ ആരംഭിക്കുക. ബന്ധപ്പെട്ട വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേര് വിവരങ്ങൾ തദ്ദേശഭരണ വകുപ്പുകൾ, തദ്ദേശഭരണ പഞ്ചായത്തുകളിലൊക്കെ ഉൾപ്പെടെ, വാർഡുകളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, മുൻപ് തന്നെ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റിയതിൻ്റെ പേരിൽ ആ ഒരു പേര് വിവരങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ഇനി അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൂടുതലായിട്ടുള്ള തുക നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ബഡ്ജറ്റിൽ തുകയുടെ വർധന ഉണ്ടാകും. ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഒരുപക്ഷെ 1700 രൂപയിലേക്ക് തുക എത്തും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ 1700 രൂപയായിരിക്കും ഫെബ്രുവരി മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുക. അത് ഒരു പക്ഷേ ഫെബ്രുവരി മാസത്തിൽ കൂട്ടിയില്ലെങ്കിൽ പോലും ഏപ്രിൽ മാസത്തിൽ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ തുക കൂട്ടുമെന്ന് പറയുകയും അതിനുശേഷം അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൂടിയ തുക വിതരണം ചെയ്യുവാനുമുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൂടി ഒന്ന് പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അതായത് ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ലഭിക്കുക 1600-ന് പകരം 1700 അല്ലെങ്കിൽ 1800 രൂപ ക്ഷേമ പെൻഷൻ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രയും വരെ വർദ്ധിപ്പിക്കാൻ 2500 രൂപ വരെ എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ പോലും അതിനുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഇപ്പോൾ സംസ്ഥാന സർക്കാരിനില്ല. അതുകൊണ്ട് ഈ ഒരു തുക ഒരു 1700 അല്ലെങ്കിൽ 1800 പരമാവധി അങ്ങേയറ്റം പോയാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു 2000 രൂപയിലേക്ക് വരെ എത്തിച്ചേക്കാം. അതിൽ കൂടുതലുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാന